കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കണ്ണൂരിലെ ആദ്യ ദിന സന്ദർശനം അവസാനിച്ചു. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷം മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ വീടും സുരേഷ് ഗോപി സന്ദർശിച്ചു. ഇ.കെ. നായനാരുമായി വർഷങ്ങളുടെ ആത്മബന്ധമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് നായനാരുടെ പത്നി ശാരദ ടീച്ചറും പറഞ്ഞു. 2 ദിവസത്തെ പരിപാടികൾക്കായിട്ടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത്. രാവിലെ മാടായി തിരുവക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയ ശേഷം നേരെ മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ വീട്ടിലേക്ക്. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഇ.കെ. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പറഞ്ഞു. സുരേഷ് ഗോപിയുമായി നേരത്തെ തന്നെ വ്യക്തിബന്ധമുണ്ട്. മുൻപും സുരേഷ് ഗോപി വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണെന്നും മന്ത്രി എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. ഇ.കെ. നായനാരുടെ കുടുംബവുമായി വർഷങ്ങളുടെ ആത്മബന്ധമാണ് ഉള്ളതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. വ്യക്തിപരമായി സുരേഷ് ഗോപി പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ്. എന്നാൽ മന്ത്രി എന്ന നിലയിൽ എല്ലാ വിഭാഗത്തിനും ഒപ്പം നിലയുറപ്പിക്കും. കണ്ണൂർ കൂടി ഇങ്ങ് തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും. മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം എന്നല്ല, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം. ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലേ? എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം. പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ്, മുന്തിയ കരുതലാണ്. കണ്ണൂരും കൂടി ഇങ്ങനെ തരണം. പയ്യാമ്പലം മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ സുരേഷ് ഗോപി കൊട്ടിയൂർ, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തി. അമൃത ന്യൂസ്, കണ്ണൂർ.